ഇന്ത്യ US ട്രേഡ് ഡീൽ എന്ന വലിയ വാർത്തയ്ക്ക് പിന്നാലെ മാർക്കറ്റിൽ കണ്ട ഉണർവ് വെറും സെന്റിമെന്റ് അല്ല. താരിഫ് ഫ്രെയിംവർക്ക് 18% വരെ കുറയുമെന്ന പ്രഖ്യാപനം നടപ്പായാൽ അതിന്റെ നേരിട്ടുള്ള ഗുണം ഇന്ത്യയുടെ എക്സ്പോർട്ട് ഡ്രിവൺ സെക്ടേഴ്സിന് ലഭിക്കും. കാരണം സിമ്പിൾ ആണ്. അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് മാർക്കറ്റാണ്. താരിഫ് കുറയുമ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്കയിൽ കൂടുതൽ കോമ്പറ്റീറ്റീവായി പ്രൊഡക്ട്സ് വിറ്റഴിക്കാം. കൂടുതൽ ഓർഡേഴ്സ്, കൂടുതൽ റവന്യൂ. ചില കമ്പനികളുടെ വരുമാനത്തിൽ വലിയൊരു പങ്ക് US മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. അതായത് ഇന്ത്യസ് റവന്യൂ എക്സ്പോഷർ ടു US. ടെക്സ്റ്റൈൽ, അപ്പാരൽസ് ആൻഡ് ഗാർമെന്റ്സ്, സീ ഫുഡ് ആൻഡ് ഷ്രിംപ് എക്സ്പോർട്ട്, ഓട്ടോ ആൻഡ് ഓട്ടോ ആൻസിലറീസ്, കെമിക്കൽസ്, കൺസ്യൂമർ കമ്പനീസ്. ഈ സെക്ടറിലുള്ള പല കമ്പനികൾക്കും US മാർക്കറ്റിൽ വലിയ ഡിപ്പെൻഡൻസ് ഉണ്ട്. ഈ പറഞ്ഞ സെക്ടേഴ്സിലെ പ്രധാന കമ്പനികളും അവയുടെ US-ലുള്ള റവന്യൂ എക്സ്പോഷറും നോക്കാം. ആദ്യം ടെക്സ്റ്റൈൽ, അപ്പാരൽ ആൻഡ് ഗാർമെന്റ്സ്. ഇന്ത്യ കൗണ്ട് ഇൻഡസ്ട്രീസ് 70%, കിറ്റക്സ് ഗാർമെന്റ്സ് 70%, പേൾ ഗ്ലോബൽ ഇൻഡസ്ട്രീസ് 64%, വെൽസ്പൺ ഇന്ത്യ 61%, ഗോകുൽദാസ് എക്സ്പോർട്സ് 67%, ഹിമത് സിംഗ 60%, ട്രൈഡന്റ് 68%, അരവിന്ദ് 14%, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് 25%, KPR മില്ല് 9%, SP അപ്പാരൽസ് 22%. ഇനി സീ ഫുഡ് ആൻഡ് ഷ്രിംപ് എക്സ്പോർട്ട് കമ്പനികൾ നോക്കിയാൽ അപ്പെക്സ് ഫ്രോസൺ ഫുഡ് 63%, ദ വാട്ടർ ബേസ് 40%, അവന്തി ഫീഡ്സ് 14%. US ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ ചെമ്മീൻ വാങ്ങുന്ന രാജ്യമാണ്. താരിഫ് കുറയുമ്പോൾ ഇന്ത്യൻ ഷ്രിംപ് കൂടുതൽ പ്രൈസ് കോമ്പറ്റീറ്റീവ് ആകും. ഇനി ഓട്ടോ ആൻഡ് ഓട്ടോ ആൻസിലറീസ് കമ്പനികൾ പരിശോധിച്ചാൽ സോന BLW 40%, സംവർദ്ധന മദേഴ്സൺ ഇന്റർനാഷണൽ 18%, രാംകൃഷ്ണ ഫോർജിങ്സ് 27%, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് 18%, ഭാരത് ഫോർജ് 25%, സൺമാർ എഞ്ചിനീയറിംഗ് 9%, ടാറ്റ മോട്ടോഴ്സ് 23%, അപ്പോളോ ടയേഴ്സ് 3%. US-ൽ ഓട്ടോമോട്ടീവ് കോമ്പോണന്റ്സിന് വലിയ ആവശ്യമുണ്ട്. താരിഫ് കുറയുമ്പോൾ ഇന്ത്യൻ കോമ്പോണന്റ്സിന് കൂടുതൽ അട്രാക്റ്റീവ് സോഴ്സിംഗ് ഓപ്ഷൻ ലഭിക്കും. പ്രധാന കെമിക്കൽ കമ്പനികൾ നോക്കിയാൽ UPL 20 മുതൽ 25% വരെ, SRF 20%, ജുബിലന്റ് ഇൻഗ്രേവിയ 9%. സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, അഗ്രോ കെമിക്കൽസ് എന്നിവ US-ലേക്ക് വലിയ തോതിൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു. താരിഫ് കുറയുന്നത് മാർജിൻ മെച്ചപ്പെടുത്താൻ സഹായിക്കും. കൺസ്യൂമർ കമ്പനീസിന്റെ US എക്സ്പോഷർ നോക്കിയാൽ LT ഫുഡ്സ് 39%, KRBL 10%, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് 12%. US ഇറാൻ ട്രേഡ് നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് 25% താരിഫ് പ്രഖ്യാപനം വന്നപ്പോൾ ഇറാൻ ഇന്ത്യയുടെ പ്രധാന ബസ്മതി ബയർ ആയതിനാൽ LT ഫുഡ്സിനും KRBL-നും മാർക്കറ്റിൽ ഷാർപ്പായുള്ള ഫ്ലക്ച്വേഷൻസ് അനുഭവപ്പെട്ടു. താരിഫ് കുറയുന്നത് സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനികൾക്കും അനുകൂലമാകും. ആരതി ഇൻഡസ്ട്രീസ്, വിനാത്തി ഓർഗാനിക്സ്, PI ഇൻഡസ്ട്രീസ്, അതുൽ, ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ്, നവീൻ ഫ്ലൂറൈൻ ഇന്റർനാഷണൽ, ദീപക് നൈട്രേറ്റ്. താരിഫ് 18% കുറഞ്ഞാൽ US-ലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് പ്രൈസ് അഡ്വാൻറ്റേജ് ലഭിക്കും. അതിലൂടെ ഓർഡേഴ്സ്, റവന്യൂ, മാർജിൻസ് എന്നിവയിലെ ഉയർച്ചയാണ് വിപണി മുൻകൂട്ടി വിലയിരുത്തുന്നത്. താരിഫ് ഇളവ് പ്രഖ്യാപനത്തിന് പിന്നാലെ നമ്മൾ ഈ പറഞ്ഞ പല കമ്പനികളുടെയും സ്റ്റോക്സും അപ്പർ സർക്യൂട്ട് തൊട്ടിരുന്നു. അതിനാൽ ഹൈപ്പ് കണ്ടല്ല, വാല്യുവേഷൻ, ഫണ്ടമെന്റൽസ് എല്ലാം കൃത്യമായി വിലയിരുത്തി മാത്രം ഇൻവെസ്റ്റ്മെന്റ് തീരുമാനമെടുക്കുക. നമ്മൾ ഇവിടെ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രമാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് റെക്കമെൻഡേഷനായി പരിഗണിക്കരുത്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നതിന് മുൻപ് സെബി രജിസ്ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെ നിർബന്ധമായും സമീപിക്കുക. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.